ഞങ്ങൾ മൈസൂർ പോകുമ്പോൾ ഒരു ചെറിയ ചായ കുടിക്കാൻ നിൽക്കും. എന്തായാലോ ചായ ഞങ്ങൾ ബെച്ചിൽ തന്നെ കുടിച്ചോണേ. ഇപ്പോഴും ബെച്ചിൽ കുടിക്കാഞ്ഞൂടെ മജയിൽ. പിന്നെ എന്താ ഓർ ചങ്ങായിമാരല്ലേ ചെല്ലി ഒന്ന് തൊട്ട് തമിഴ്നാടത്ത് ഒന്ന് ചായ കുടിച്ചിട്ട് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് ഹെൽത്ത്. ഞങ്ങൾ നാട്ടിലത്തെ ചായപ്പൊടിയെല്ലാം കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം. അതൊരു മജല്ലേ. അപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ ഡാമിൻ്റെ ഉണ്ട്. എന്ത് ഡാം? തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് പവർ സ്റ്റേഷൻ. ഡാമിൻ്റെ പേരെന്താ? ഇവിടെ പവർ സപ്ലൈ ആകുന്ന ജാഗ മാത്രം തന്നാ അങ്ങനെ. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് ഒരു ഇരുന്നത് ബാക്ക് ക്യാമറയിൽ കാണിക്കാം. ഇതാ ബ്ലോഗ് വന്നോണ്ട് ഇവിടെ. ചങ്ങായ ബ്ലോഗ് വന്ന് പുഷ്പ നിന്നെ മുടി വാടക എത്തി വന്നല്ലേ? മുന്നത്തെ മുടി വന്ന് സെറ്റാകുമ്പോ എത്ര ആവും? 6 മാസം പിടിക്കും അല്ലേ? ഇതാ ഗ്ലാസ് ഇട്ടനല്ലേ പണി കിട്ടും. സാധനം എല്ലാം പോയി അവർക്ക് എങ്ങനെ അറിയുന്നേ? അത്ര പെട്ടെന്ന് അവരുടെ സമ്മേളനം ഉണ്ടോ? അതെല്ലാം ഒന്നൊന്ന് വന്നോണ്ട് രണ്ടാ കല്ല് ചായ റെഡി ആയിക്കോണ്ട് സെറ്റിങ്ങില്. ഇത് ചായ കുടിച്ചിട്ടാണ് അതിന് മതി. അങ്ങനെ ഞമ്മ ഇപ്പോ വണ്ടിയിൽ പോയിക്കൊണ്ടുണ്ട്. മൈസൂരിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളെ ടാർഗറ്റ് ടൈമെല്ലാം പൊട്ടിയിട്ട് പാലീസായിന്. അങ്ങനെ ഇങ്ങനെ പോകുന്നത് സ്ലോലി മജ ആയിക്കൊണ്ട് ആസ്വദിച്ചോണ്ട്. നല്ല മഴ വന്നോണ്ട് മാത്രം മാഷാ നല്ല കൊസ്റ്റാണത്. ഓക്കെ, അത് കാണിക്കാൻ പോകുമ്പോ മഴ നിന്ന എന്താ മര്യാദന്റെ പ്രശ്നം അറിയുന്നു. അങ്ങനല്ലടാ മഴ ചെലുത്തായിവിടെ ചെലുത്തൂടെ മഴ ഇല്ലളിയാ. എന്താവും നിന്റെ അവസ്ഥ നിരീക്കലായിരിക്കും. വൈപ്പർ വെണ്ണ ആടുന്നത് നിന്റെ കേട്ടോടെ. അപ്പൊ ഇതിലും കാണല്ലോ കുറച്ച്. വന്നു ഇപ്പൊ സമാധാനാണ്. ഓ ഇത് കണ്ടല്ലേ തോട്ടം നോക്കണോ. അങ്ങനെ തമിഴ്നാട്ടില് നല്ല മഴ ഭയങ്കര കൊസ്റ്റാന്നോ. ഇതിനെ നിരീക്കുമ്പോ നാട്ടിലേക്ക് പോകുന്നതന്നെ വേണ്ട അല്ലടാ. നേരെ നാട് വേണ്ട ഇപ്പൊ നേരെ ലോട്ടറി എടുത്തങ്ങ് വരുന്നില്ല. പണ്ടാരടിങ്ങ ഇല്ല കൂടെ സെറ്റായിര മജ നല്ലൊരു വൈബു. നല്ല നീലഗിരിൻ്റെ മരമെല്ലാം കൂടെ ഒക്കെ നിപ്പിക്കാനായി. അങ്ങനെ നിപ്പിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം കാണിക്കാനായി. മൈസൂർ പോകുമ്പോഴാണ് കിട്ടുന്നത്. ഊട്ടിയിൽ നിന്ന് റിട്ടേൺ മൈസൂരിലേക്ക് പോകുമ്പോൾ മൈസൂരിൽ നിന്ന് ഊട്ടിക്ക് വരുമ്പോൾ അല്ല. അപ്പോൾ ടോട്ടലി നല്ല വ്യൂ കിട്ടുന്നൊരു ഇതാണ് എന്ത് യാത്ര. ഇതിൽ ഊട്ടിയിൽ നിന്ന് മൈസൂരിലേക്ക് നല്ല കുറേ ചായൻ്റെ അതെന്നെ വരുന്നത് ബൈ ചായപ്പൊടിൻ്റെ തോട്ടവും പിന്നെ ഇങ്ങനെ നീലഗിരിൻ്റെ മരവും ഇങ്ങനത്തെ എല്ലാം ആയിട്ട് ഒട്രാസി മജേനി. അപ്പം നിങ്ങൾക്കും കുറച്ച് കാണിക്കാനായി, അതുകൊണ്ടാണ് കാണിച്ചത്. പുഷ്പ വേർ ഈസ് പുഷ്പ ഹിയർ. ഓക്കെ, അപ്പോൾ ഒരു സംഭവം എന്താ അറിയോ, നമ്മൾ ഇപ്രാഴ്ച കിട്ടി ഈ പായ്ച്ചോറാഫി യോ കമാൺ അപ്പൊ കാണിക്കണ്ടേ മേരല്ല ഇതാ ഉത്തരവിച്ചോണ്ട ഈനെ നോക്കട്ടെ കോപ്പെ എങ്ങനെ ഉണ്ട് അല്ലേ റഫിക്ക്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ചെല്ലുന്നില്ല, അങ്ങനെ കിട്ടിയത്. അപ്പോൾ നല്ല തണുപ്പല്ലേ. ഈനെ വിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ തലപ്പെടുക്കാവല്ലേ. അപ്പോൾ ഗായ്സ് ഇതാ ഇങ്ങനത്തെ എല്ലാ കാഴ്ച നമുക്ക് കണ്ടോണ്ടേ പോവാം. വടക്ക് മൈസൂരിലേക്ക് വിടാം. നാട്ടിലേക്ക് വിടാൻ കാലം ബാക്ക് മൈസൂർ പോയിട്ട് ബാക്ക് ഊട്ടിക്ക് വരാം. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാം. അല്ലാതെ നാട്ടിലൊക്കെ പോയിട്ട് അവിടെ ചൂട്ടിൽ കയ്യിലുള്ള തണുപ്പോ പിന്നെ ഇങ്ങനത്തെ എല്ലാം ഇതിനെല്ലാം ആസ്വദിച്ചോണ്ട് നല്ല ക്ലൈമറ്റും നല്ല മരവും നല്ല തണുപ്പും പിന്നെ നല്ല ചായൻ്റെ തോട്ടവും. ചായൻ്റെ തോട്ടം എന്തിനാണ് ചായൻ്റെ തൈൻ്റെ തോട്ടവും ഇത് ഈ സൈഡ് നോക്കില്ല. അതിലല്ലേ ചായപ്പൊടി ആക്കുന്നത്. പിന്നെ
മടിക്കേറിന്റെ സീൻ കിട്ടിയല്ലോ ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. സെയിം ലൈക്ക് മടിക്കേരി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ്. മസനഗുഡി വഴി മൈസൂരിലേക്ക് ഒരു യാത്ര. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. സ്വാഗതം. കണ്ടു കണ്ടു സൂമാക്കണം. ഊട്ടി ടു മൈസൂർ. അപ്പോൾ മൈസൂരിലേക്ക് 4 കിലോമീറ്ററുള്ള അതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മളിവിടെ ചെറിയ പണി നടക്കുന്നു. എന്ത് പണിയില്ലെങ്കിൽ നമ്മളെ ബായി ജാൻഡൂർ ചായ വെച്ചുകൊണ്ട് നല്ല സെറ്റപ്പ് ചായ. അടിപൊളിയാണോ? ഓക്കെ അല്ലേ സാധേ? ആ നാട്ടിലത്തെ. ഓക്കെ. ഇവിടുത്തെ ചായ കുടിച്ചാൽ നമുക്ക് ചായ കുടിച്ച പോലാന്നല്ല, അതൊരു തണ്ണി കുടിച്ച ഫീൽ കിട്ടുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അതിലേക്ക് വേണ്ടി ചായൻ്റെ പൊടിയിൽ മുന്നേ റെഡിയാക്കി. ആ ഇനി പോവോളൂ നമുക്കിത് ദേവഗിരി. ഓയ് അപ്പോൾ ഫുൾ ചായ കുടിച്ചിട്ട് ഒരു നാസ്റ്റ് ആക്കിയിട്ട് ഒരു ബിടൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഒരു എഫക്റ്റ് ഇല്ല തടിക്ക്. അൽഹംദുലില്ലാഹ് മജ. അപ്പോൾ നിങ്ങൾക്ക് മൈസൂരിൽ നമ്മൾ റൂമല്ലേ കാണണ്ടേ? റൂം കാണിക്കാം. നൈറ്റ് ഒരു 2 മണിയായി ഉറങ്ങുമ്പോൾ റൂം വേണ്ട, പിന്നെ പ്രശ്നമുണ്ട്. അന്ന് 10 മണിക്ക് എത്തിനോട് 2-2:30 മണി ഉറങ്ങുമ്പോൾ കാലത്ത് 9 മണിക്ക് എല്ലാം ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് ഫോൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റൂം കാണിക്കാം. ഓക്കെ. ഇതാണ് നമ്മളെ മൈസൂരിൻ്റെ റൂം. ഇവിടെ 8 ആൾക്ക് ഒരേ അടുത്ത് കിട്ടി സെറ്റ്. അപ്പാ ഇതിൻ്റെ ഒരു അവസ്ഥ ഒക്കെ അല്ല സെറ്റ്. ഓടായി. ഓക്കെ മൈസൂരിൽ ഞമ്മ ഇവിടെ പാലസ് കാണാൻ പോയിക്കൊണ്ടുള്ളത്. പാലസ് തന്നെ, വേറെ ഒന്നുമില്ല. പാർക്കിങ്ങിന് 50 ഉറുപ്പാണ് ചാർജ്. പാലസിൻ്റെ അവിടുന്ന് ചായ കുടിക്കണമെങ്കിൽ ഒരു 100 മീറ്റർ ഇപ്പുറം നടക്കണം ഒരു ഹോട്ടലിലേക്ക്. നല്ല ഹോട്ടൽ മാത്രം. അപ്പോൾ പാർക്കിംഗ് കൊടുന്ന് സൈഡിൽ വരുന്നതാ. പുറത്തേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന റൈറ്റിലൊക്കെ ഇങ്ങോട്ട് വരുന്നില്ല നടന്നുകൊണ്ട് 100 മീറ്റർ വന്നിട്ടാകുമ്പോൾ നല്ല ഹോട്ടൽ. നമ്മൾ ഇഡ്ഡലി വട പിന്നെ മസാല ദോശ സെറ്റ് ദോശ നല്ല ചായ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എല്ലാം നടന്നോണ്ട് വന്നുകൊണ്ടേ ഉണ്ട്. ഇന്ന് മാത്രം ഞമ്മ എന്താക്കി കൂടെ തന്നെ ആക്കി പുറത്തുനിന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ ഇത്ര നാൾ ഞമ്മ ഉണ്ടാക്കിയത് പുറത്തുനിന്നൊരു ഫുഡ് കഴിച്ചെങ്കിൽ നോക്കാം. ഇവിടുത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സെയിം ഫീൽ കിട്ടി, നാട്ടിൽ തന്നെ ഫീൽ ചായ എല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ അരമണേൻ്റെ ഉള്ളൊക്കെ പോകുന്നത് പാലസിൻ്റെ ഭയങ്കര തിന്നിട്ടായി പിന്നെ സൗണ്ടെല്ലാം വന്ന് ഓർക്കും. ഇല്ലെങ്കിൽ ഇത്ര നേരം സൗണ്ട് ഇല്ല. മസ്തന്മാരെ പോലെ ഇതെല്ലാം വർക്ക് തുങ്ങിയാണ് ചെയ്ത. പുഷ്പൻ്റെ വീട്ടിൽ ചിരിയില്ല ഇന്ന് പാട്ട്. ഇപ്പാണ് ബേർന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഒരു ചിരിയല്ല വന്നത്. അല്ലേ ഖലീൽ ഭായി? അതാ സിദ്ദീഖ് ആക്റ്റീവായി. ആ ഓക്കെ. ഇപ്പത്തെ മുണ്ടു ചെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നില്ല. മൈസൂരിനെ പറ്റി ഒരു ഇത് ഓക്കെ. കുറേ ഇതുകൾ. ഓക്കെ ബായ്. ഇത് ബായ് 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 നമ്മളെ ബായ് സംസുബായ്. സംസുബായിൻ്റെ എല്ലാണ് ഡീലുള്ളത്. ഇന്നത്തെ ഫുള്ളു നമ്മളെ പോയിട്ട് വരുന്ന എക്സ്പെൻസിന്റെ കണക്ക് എല്ലാം ബായിൻ്റെ എല്ലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു തളിച്ചുകൂടില്ല. എന്തേ ലോങ് ബുക്ക് എടുത്തോണ്ട് വന്നിന്. അപ്പൊ ടോട്ടലാക്കിയിട്ട് ബായ് തന്നെ എല്ലാം കൊടുത്തു. അപ്പൊ ഞമ്മക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ, ബായ് കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മ പാലസിനുള്ളൊക്കെ വെച്ച് ആ സീൻ ഒന്ന് കാണിക്കാം. ഓക്കെ. മൈസൂർ പാലസിന്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. കൂടെ ഒരാൾക്ക് ടിക്കറ്റ് 120 രൂപയല്ലേ? 120 രൂപ ഒരാൾക്ക് ടിക്കറ്റ്.
അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഇതിനുള്ളിലേക്ക് എൻ്റർ ആകാൻ പോകുന്നതാണ്. ഉള്ളിലത്തെ ഒരു കുറച്ച് കാഴ്ച നിങ്ങൾക്ക് ഇതിൽ കാണിക്കും. നമ്മപ്പോൾ മൈസൂർ പാലസിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിൽ കയറി എന്നോട് തോയിപ്പോൾ കാണിക്കാം. ഞാൻ ഉള്ളിലത്തെ പ്രവേശ എൻട്രൻസ് പ്രവേശ്. അപ്പോൾ 3 ഇതിലുണ്ട് ഇവിടെ നമുക്ക് അറിയാത്തവർക്ക് അല്ലേ. ഓ വേറെ കൂടെ ഉണ്ടാ? നിങ്ങൾ കൂടെ ഉണ്ടാ? ഒരു പുഷ്പ സംശയത്. അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ്.
മജായി. നമുക്കൊരു സമാനം കിട്ടാത്തെന്ന് പറയും. ഇത്രയുള്ള പൈസ കളക്ഷൻ ഈനൊന്ന് ശരിയാക്കിയിട്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയത്. ഞാൻ നിങ്ങൾക്കെല്ലാം അരമനൻ്റെ പാലസിൻ്റെ ഉള്ളിലെല്ലാം കാണിച്ച്. അപ്പോൾ ഇനി പുറത്തേക്ക് എക്സിറ്റ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ പാലസിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾക്കൊന്ന് വീഡിയോ ആക്കി കാണിച്ചിട്ട് പാലസിൻ്റെ വീഡിയോ എൻഡ്. അതിൽ പിന്നെ നെക്സ്റ്റ് ഓടൊക്കെ പോകുന്നതെന്ന് അവിടുത്തെ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ വരുന്നത്. ഓക്കെ സംസു ബായ് അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ബായ് അങ്ങനെ ചെല്ലി അങ്ങനെ അവിടെയൊക്കെ തീർന്നു. നേർ പുഷ്പ കമാൻഡ് പേര് പുഷ്പ എന്താ സൈലന്റ് ഉള്ള വ്ളോഗിൽ വന്ന് പുഷ്പ പണി കിട്ടി. ഓക്കെ അപ്പോൾ ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞങ്ങൾ കൂടാണ് മീറ്റിംഗ് എല്ലാം ആയിക്കോണത്. ഞങ്ങൾ ഉള്ളി സൈഡ് മീറ്റിംഗ് ആക്കുന്നത് സീക്രട്ട് ഞങ്ങൾ പ്ലേസ്, അത് ഞാൻ കാണിക്കല്ല. മെയിൻ ഞാൻ ഈ സംസുബായി പിന്നെ പുഷ്പ എല്ലാം ഇരുന്നിട്ട് മെയിൻ ഞങ്ങൾ കണ്ടന്റ് എഴുതിക്കൊണ്ടേ അവിടെ. പിന്നെ ഈ കലീംബായി എല്ലാം ഇട വന്നിട്ട് ഞങ്ങൾ കേട്ടോണേ ഇന്ന് കണ്ടന്റ് റെഡിയായാന്ന്. സവാദ് കേട്ടോണേ കണ്ടന്റ് റെഡിയാന്ന്. പിന്നെ നജീബു പിന്നെ ഖലീൽ ബായ് ക്യാമറ പിടിക്കുന്നത് നമ്മൾ ഖലീൽ ബായ് ഇല്ലേ, നമ്മൾ ഈ ഖലീൽ ബായ് അവലെ വന്ന് ചെല്ലിക്കൊണ്ടേ എന്തായി സംഭവം സ്ക്രിപ്റ്റ് റെഡിയായാന്ന് കേട്ടോണേ. അപ്പം ഞങ്ങൾ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കണം ഇതിൻ്റെ ഉള്ളിൽ അന്ന് പറഞ്ഞ് കാണിച്ചില്ല മാത്രം സീക്രട്ട് ഓടാൻ ചെല്ലല്ല. അവിടെയാണ് ഞങ്ങൾ ശരിയാകുന്നില്ല ഇത്. പിന്നെ ഞങ്ങൾ പിരാന്തെല്ലാം കെട്ടിക്കൊണ്ട ജാക്കി തന്നെ ഇതേ ജാഗെല്ലാം ഞങ്ങൾ പിരാന്ത് കെട്ടിക്കൊണ്ടത് മെയിൻ അത് അവിടെ ആ സ്പോട്ടാണ്. നമ്മൾ റീൽസ് എല്ലാം എടുക്കുന്ന ജാഗ ഈ പ്ലേസ് ആണ്. ഇത് ഞങ്ങളെ മെയിൻ പിരാന്ത് കെട്ടുന്ന പ്ലേസ് ആണ്. ഞങ്ങൾ ഇത് ഞങ്ങളെ നാട് മൂലേരി ഇവിടെ നമ്മൾ റീൽസ് ഉണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ വിൽക്കുന്ന കേട്ടോ. അങ്ങനെ കേട്ടോ? ഇല്ല സോറി വിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ചില സ്ക്രിപ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ റീൽസ് ആക്കും. ഒരു റൂം കിട്ടുക ബായ് ബിസിലുണ്ട് ബായിലേക്ക്. അപ്പോ ഇത് ഓടെ ഫോട്ടോ എടുക്കാൻ കാത്തോണ്ടാ ഓക്കെ എടുക്കാം ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ബൈ. മൈസൂരിൻ്റെ കാഴ്ചകൾ കാണിച്ച്, മൈസൂരിൻ്റെ എല്ലാ കാഴ്ചയല്ല മൈസൂർ പാലസിൻ്റെ കാഴ്ച ഞാൻ കാണിച്ച് മാത്രം. ഊട്ടിക്ക് പോയിട്ട് മൈസൂരിലേക്ക് വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് മജ ഊട്ടിയിൽ തന്നെ. എന്താ തണുപ്പ്, നല്ല തണുപ്പല്ലേ ഇവിടെ ചുട്ടു തളക്കുന്നു. അപ്പോൾ ഓക്കെ സെറ്റ്. ഇനിയിപ്പോൾ മൈസൂർ പാലസിൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് കൊടുത്തതായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റല്ലേ? ബൈ